ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ ധാരാളം വിഭവങ്ങൾ നമ്മളിപ്പോൾ പരീക്ഷിച്ചു കഴിഞ്ഞു. അപ്പോൾ ഐസ്ക്രീംസും പിന്നെന്താ പറയുക പുഡിങ്സും വ്യത്യസ്തമായ നോൺ വെജ് വെജ് വിഭവങ്ങൾ. അപ്പോൾ നമുക്കിനി എന്താണ് ചെയ്യേണ്ടത്? ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക കുക്കീസും ഒക്കെ ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ്. കുക്കീസ്, ബിസ്ക്കറ്റ്സ്, കേക്ക്സ് മാത്രമല്ല, പേസ്ട്രീസ് മാത്രമല്ല, ഇതെല്ലാം തന്നെ നമ്മൾ കടകളിൽ പോയി വാങ്ങുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബേക്കറീസിൽ പോയി കഴിഞ്ഞാൽ ഏത് ബേക്കറിയിൽ കയറിയാലും അതിനകത്ത് എന്നാൽ ആദ്യം ഇപ്പം അന്നത്തെ ദിവസം കഴിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം വെച്ചിട്ട് കഴിക്കാൻ അങ്ങനെ ഉള്ള പേസ്ട്രീസ് ഉണ്ട്, കേക്ക്സ് ഉണ്ട്. പക്ഷെ കുറച്ച് ദിവസം കൂടുതൽ സൂക്ഷിച്ച് വെച്ച് കഴിക്കാൻ പറ്റുന്ന വിഭവങ്ങളുമുണ്ട്. അത് ആ കൂട്ടത്തിൽ വരുന്നതാണ് കുക്കീസും ബിസ്ക്കറ്റ്സും ഒക്കെ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പീസിന് വില കൊടുത്ത് വാങ്ങുന്നതുണ്ട്. ഒരു പീസിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് എണ്ണം നോക്കി, അല്ലാണ്ട് തൂക്കി വാങ്ങുന്നുണ്ട്. ഹാഫ് kg, 1/4 കിലോ അങ്ങനത്തെ ഒരു കണക്കിന്. അപ്പോൾ ഇത്തരം ബിസ്ക്കറ്റ്സ്, കുക്കീസ്, സാധാരണ പാക്കറ്റിൽ വരുന്ന ബിസ്ക്കറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് കുക്കി ടൈപ്പായിട്ടുള്ള ബിസ്ക്കറ്റ്സ്, ഇതും എല്ലാം തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങളും നമ്മൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്നും എന്താണ് മനസ്സിലായത്? അപ്പോൾ ഒരു ബിസ്ക്കറ്റാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് കാഷ്യൂ ബിസ്ക്കറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ കാഷ്യൂനട്ട് ബിസ്ക്കറ്റ്, ഒരു കാഷ്യൂനട്ട്സ് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പെല്ലാം ചേർത്ത് വരുന്ന ബിസ്ക്കറ്റ്. ഫ്ലേവർ ഏത് വേണമെങ്കിലും ആകാം, നമ്മൾ വ്യത്യസ്തമായൊരു ഫ്ലേവറിലാണ് അത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് ബിസ്ക്കറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ മാവ് 2 കപ്പ്, വെണ്ണ 200 ഗ്രാം, മുട്ട ഒരെണ്ണം, പൊടിച്ച പഞ്ചസാര 1 കപ്പ്, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം. അപ്പോൾ നമ്മളുടെ കാഷ്യൂനട്ട് ബിസ്ക്കറ്റ്സ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഒരുപാട് ചേരുവകളൊന്നുമില്ല, മാത്രമല്ല വളരെ സിമ്പിൾ, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റ് ആണെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ആകെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. മൈദാമാവ്, പൊടിച്ച പഞ്ചസാര, വെണ്ണ, ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഫ്ലേവറിങ്ങിന് എന്താ വേണ്ടത്? ആ ഒരു ഫ്ലേവർ കൊടുക്കാനായിട്ട് അപ്പം ഏലക്ക പൊടി വെച്ചിട്ടാണ് ഞാൻ ഫ്ലേവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒന്നുകിൽ ഒരു കാർഡമൺ ഫ്ലേവർ, അതായത് ഏലക്കയുടെ സ്വാദ്, അല്ലാന്നുണ്ടെങ്കിൽ വാനില ഫ്ലേവർ, അതിനാണെങ്കിൽ വാനില എസൻസ്, എങ്ങനെ വേണമെങ്കിലും ആകാം. പിന്നെ കാഷ്യൂനട്ട്സ്, ഇത് കാഷ്യൂനട്ട് ബിസ്ക്കറ്റാണ് അത്. പിന്നെ ഒരു മുട്ട, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു മുട്ടയെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക, പ്രത്യേകം ആക്കുക. ഒരു മുട്ട എടുത്തിട്ട് അതിൻ്റെ വൈറ്റ്, അതിൻ്റെ മുട്ടയുടെ വെള്ള ആദ്യമേ തന്നെ നമുക്ക് മാറ്റാം. എന്നിട്ട് മഞ്ഞ പ്രത്യേകിച്ച് വയ്ക്കാം. അതൊന്ന് ബീറ്റ് ചെയ്യും, ഒന്ന് ഉടച്ച് കൊടുക്കും. അപ്പോൾ മുട്ടയുടെ മഞ്ഞ ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി എന്താ വേണ്ടത്? ഇനി നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള വെണ്ണ, ഉപ്പില്ലാത്ത വെണ്ണ 200 ഗ്രാം വെണ്ണ റെഡിയാക്കി വയ്ക്കുക. അതൊരു വലിയ ബൗളിലേക്ക് മാറ്റാം, കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക്. അപ്പോൾ നമ്മൾ 200 ഗ്രാം ബട്ടർ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര 1 കപ്പ്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് തടിത്തവി തന്നെ ധാരാളം മതിയാകും. ബ്ലെൻഡറൊന്നും ആവശ്യമില്ല, ഇലക്ട്രിക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ചെയ്യാം. ബീറ്റ് ചെയ്തെടുക്കാം, നന്നായിട്ട് തേച്ച് പതപ്പിക്കാന്ന് പറയില്ലേ, അതുപോലെ. അപ്പോൾ ഈ ഒരു വെണ്ണ പഞ്ചസാര കൂട്ട് നന്നായിട്ട് യോജിച്ച് നല്ല പതഞ്ഞ് വരികയാണ്. നല്ല ഫ്ലഫി ആയി കഴിഞ്ഞു, അതല്ല നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയി കഴിഞ്ഞു. അപ്പോൾ മെഷർമെൻറ്റ് മറന്നു പോകണ്ട. 200 ഗ്രാം വെണ്ണയും 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ഒരു മുട്ടയുടെ മഞ്ഞ, രണ്ടും കൂടി ചേർക്കുന്നില്ല, വെള്ളം ചേർക്കുന്നില്ല, മഞ്ഞ മാത്രം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ എന്ത് ഫ്ലേവറാണോ ചേർക്കുന്നത് അത് ഈ സ്റ്റേജിൽ തന്നെ ചേർക്കാം. ഇപ്പോൾ വാനില ഫ്ലേവറാണ് കൊടുക്കുന്നതെങ്കിൽ വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ ഈ മുട്ട ചേർക്കുമ്പോൾ ആ കൂട്ടത്തിൽ ചേർക്കുക. അതല്ല നമ്മൾ കാർഡമൺ ഫ്ലേവറാണ് കൊടുക്കുന്നതെങ്കിൽ, കാർഡമൺ ഫ്ലേവർ എന്ന് പറയുമ്പോൾ ഏലക്കയുടെ സ്വാദ്, അത് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഏലക്ക പൊടിച്ചത്, ഞാനിപ്പോൾ ഒരു ചേഞ്ചിനൊരു കാർഡമൺ ഫ്ലേവർ കൊടുക്കാൻ പോവാണ്. ഏലക്കയുടെ ഒരു സ്വാദ് ഏതാണ്ടൊരു ഓൾമോസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. അത് ഇഷ്ടത്തിന് എത്രത്തോളം ആ ഫ്ലേവർ വേണം അതനുസരിച്ചിട്ട്. അപ്പോൾ ആ മുട്ടയുടെ ഒരു എഗ്ഗി സ്മെല്ല് അങ്ങനെ ഒന്നും പെട്ടെന്ന് വരില്ല. ആ മുട്ടയുടെ ഒരു പ്രത്യേക മണമാണല്ലോ മുട്ടയ്ക്ക്, മുട്ടയുടെ മഞ്ഞ പ്രത്യേകിച്ച് പറയാനില്ല, അത് മാറിക്കിട്ടും. അങ്ങനെ ഏലക്ക, മുട്ടയുടെ മഞ്ഞ ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന 2 കപ്പ് മൈദ മാവ് അതും ഇതിൻ്റെ കൂടെ ചേർക്കണം. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് യോജിപ്പിക്കും.
അപ്പം തടിത്തവി കൊണ്ടുള്ള യോജിപ്പിക്കൽ കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മളുടെ കൈകൾ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അപ്പം ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു. മിക്സിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളൊരു ബേക്കിംഗ് ട്രേ, ഏതെങ്കിലും ഒരു റെക്ടാങ്കിൾ ഷേപ്പിലെ ട്രേ ആയിരിക്കും ഏറ്റവും നല്ലത്. കാര്യം ഒരുപാട് കട്ടി വേണ്ട, എന്നാൽ ഒരു കുറച്ച് തിക്കായിരിക്കണം, ഒരുപാട് തിന്നല്ല, ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ കുഴച്ചെടുത്ത മാവ് ഇതിലേക്ക് നിരത്താം. നമ്മുടെ ബേക്കിംഗ് ട്രേ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ബട്ടർ പേപ്പർ, 2 മടക്കിൽ ബട്ടർ പേപ്പർ ഇടുക. എന്നിട്ട് അതിൽ പറ്റുമെങ്കിൽ വേണമെങ്കിൽ ഒരല്പം വെണ്ണ തടവണമെങ്കിൽ തടവാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബട്ടർ പേപ്പർ എന്തായാലും നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഇതിങ്ങനെ നിരത്തിയല്ലോ. ഇനി നമ്മളിതിനെ ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ഫിംഗേഴ്സ് കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരുപോലെ ലെവൽ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് നമ്മളുടെ ഇവിടെ കൈപ്പത്തിയുടെ ഈ ഭാഗം വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക. അപ്പോൾ നല്ലതായിട്ട് ലെവൽ സ്മൂത്ത് ആയി മാറും. അപ്പോൾ കൈ കൊണ്ടുള്ള ഷേപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുകയാണ് അതിൻ്റെ മുകൾ ഭാഗം. ഇനി നമ്മളൊരു മുട്ടയുടെ വെള്ള മാറ്റി വെച്ചിട്ടുണ്ട്. ആ കാര്യം മുട്ടയുടെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതിനെ ഒന്ന് ചെറുതായിട്ട് പതപ്പിക്കുന്നു. എന്നിട്ട് ഇനി നമ്മളൊരു പേസ്ട്രി ബ്രഷ്, ഇത്തരം ബ്രഷ് വാങ്ങാൻ കിട്ടും. ഇതിങ്ങനെ പേസ്ട്രീസിൻ്റെ മുകളിൽ, കേക്ക്സിൻ്റെ മുകളിലൊക്കെ എഗ് വാഷ് ചെയ്യാനായിട്ടുള്ളതാണ്. അതായത് മുട്ടയുടെ വെള്ള ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാനായിട്ടുള്ളതാണ്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൂൺ കൊണ്ട് കുഴപ്പമില്ല, ഒരു സ്പൂൺ മുക്കിയിട്ട് സ്പൂൺ ഇങ്ങനെ മുട്ടയുടെ വെള്ളയിൽ മുക്കി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തേച്ച് കൊടുത്താലും മതിയാകും. ഇപ്പം എന്തായാലും പേസ്ട്രി ബ്രഷ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് അതിൽ തന്നെ ചെയ്യാം. എഗ് വൈറ്റ്, ഇതിന് എഗ് വാഷ് എന്നാണ് പറയുന്നത്. ഈ ഒരു രീതിയിൽ മുട്ടയുടെ വെള്ള ഇങ്ങനെ പുരട്ടുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനൊരു പ്രധാന കാരണമുണ്ട്. അതായത് ഇത് ബേക്കായി കഴിയുമ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ മുകൾ ഭാഗം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകും. ഇപ്പം നമ്മൾ ബ്രെഡ് ആണെങ്കിലും ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല മോൾ ഭാഗം ഒരു കളർ വരില്ലേ, അങ്ങനെ ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടുന്നതിനാണ് മുട്ടയുടെ വെള്ളം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ, ഇത് കാഷ്യൂനട്ട് ബിസ്ക്കറ്റ് അല്ലേ, അണ്ടിപ്പരിപ്പ് ബിസ്ക്കറ്റ്. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ്, അതായത് സ്പ്ലിറ്റ് 2ആയിട്ട് പിളർന്ന അണ്ടിപ്പരിപ്പ് ആദ്യം ഒന്ന് നിരത്താം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത അണ്ടിപ്പരിപ്പ്, കുറച്ച് അതായത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത്, അതും അതിൻ്റെ മുകളിലായിട്ട് ഇടാം. അപ്പോൾ ആദ്യത്തെ ജോലി നിരത്തുക, അല്ലാണ്ട് ഈ അണ്ടിപ്പരിപ്പ് പൊടിച്ചതല്ല, അല്ലാണ്ട് മുഴുവനെയുള്ള കാഷ്യൂനട്ട്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പിൻ്റെ ഓരോ പീസ് ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ നിരത്തി കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ചോപ്ഡ് കാഷ്യൂനട്ട്സ്, കുറച്ച് അണ്ടിപ്പരിപ്പ് കഷ്ണങ്ങളായിട്ട് നുറുക്കിയത്, അതിങ്ങനെ കാര്യമായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വിതറാം. അപ്പോൾ 50 to 100 ഗ്രാംസ് ചേർക്കാൻ. 100 ഗ്രാം തികച്ച് വേണ്ടി വരില്ല, എന്തായാലും ഒരു 50 ഗ്രാമൊക്കെ ധാരാളം മതിയാകും. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ഒന്നുകൂടി ഒരു ചെറിയൊരു എഗ് വൈറ്റിൻ്റെ വാഷ് ചെറുതായിട്ട് ഈ അണ്ടിപ്പരിപ്പിൻ്റെ മുകളിലും കൂടി ഒന്ന് അല്പം ഒന്നായിക്കോട്ടെ, ഒരു കളർസ്, ഇതിങ്ങനെ ഒരു ചെറിയൊരു ബ്രൗൺ കളർ കിട്ടുന്നതിനായിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ചൂടായി കിടക്കുന്ന ഒരു ഇലക്ട്രിക് അവനിലേക്ക് 180 ഡിഗ്രി ചൂട്, ഏതാണ്ടൊരു 35 to 40 മിനിറ്റ്സ് അകത്തേക്ക് വയ്ക്കാം. ടൈമർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. 30 മിനിറ്റ് സമയം ആദ്യം വയ്ക്കുക. ആ കറക്റ്റ് കളറിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 5 മുതൽ 10 മിനിറ്റ് സമയം വരെ കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഒരു 180 ഡിഗ്രി ചൂടിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഒരു 25 മിനിറ്റ് സെറ്റ് ചെയ്യാം. 30 തന്നെ വേണമെന്നില്ല, 25 മിനിറ്റ്. അപ്പോൾ ആ 25 മിനിറ്റ്സ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് നോക്കാം മുകൾ ഭാഗം ഏത് കണ്ടീഷനായിരുന്നു. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബ്രൗൺ ആകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ മോൾ ഭാഗം ഒരു ഗോൾഡൻ ആകുന്നതിന് മുന്നേ തന്നെ ഇത് ഏതാണ്ട് ഒരു 1/4 ഭാഗം ബേക്കായി കഴിയുമ്പോൾ പുറത്തേക്ക് എടുത്തിട്ട് ചെറുതായിട്ട് അതിലൊന്ന് വരഞ്ഞു വെക്കണം. നമുക്ക് എത്ര ടൈപ്പാണ്, ആ പീസിന്റെ ഷേപ്പ് എന്താണ്, സൈസ് എന്താണ്, അത് അപ്പോൾ തീരുമാനിക്കാം. അപ്പോൾ ചെറുതായിട്ടൊരു കത്തി കൊണ്ട് ഇങ്ങനെ
ഒന്ന് വരഞ്ഞ് വെക്കുക, സ്ക്വയർ പീസസ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും. എന്നിട്ട് വീണ്ടും ബേക്ക് ചെയ്യുക. അന്നേരം അത് കറക്റ്റ് ബേക്കായി വരുമ്പോൾ അതിനൊരു അടയാളം ഉണ്ടാവും, എന്തെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആ ഒരു അടയാളം. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ സാധിക്കും. അപ്പോൾ ഇതെന്തായാലും കുറച്ച് എന്താ പറയുക, ഒരു ബിസ്ക്കറ്റ് ഫോം ആണല്ലോ, അതുകൊണ്ട് ഒരുപാട് സോഫ്റ്റ് അല്ല, കുറച്ചൊരു ക്രിസ്പിനെസ് ഉണ്ടാകണം. അപ്പോൾ കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ പിന്നീട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ തൽക്കാലം ഇത് മാർക്ക് ചെയ്യാൻ സമയമായിട്ടില്ല, അത് അവനിലേക്ക് മാറ്റിയിട്ടേ ഉള്ളൂ. ഇതൊന്ന് ഒരു ഹാഫ് വേ ആയിക്കോട്ടെ, ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അത് പുറത്തേക്ക് എടുക്കാം, 20-25 മിനിറ്റ്, എന്നിട്ട് മാർക്കിംഗ് ചെയ്യാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷാർട്ട് മാജിക് ട്രീറ്റ്. അപ്പോൾ നമ്മളുടെ അവനിൽ നിന്നും ഞാൻ നമ്മളുടെ ബിസ്ക്കറ്റ് മാറ്റിയിരിക്കുകയാണ്. ബിസ്ക്കറ്റ് ആയിട്ടില്ല, ഞാൻ പറഞ്ഞില്ല, ഏതാണ്ട് ഒരു 1/4 ഭാഗം ആകുമ്പോൾ നമ്മളതൊന്ന് മാർക്ക് ചെയ്ത് വിടണം, വരഞ്ഞ് വിടണം. അപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് എടുത്തു. ഇപ്പോൾ ഇച്ചിരി സോഫ്റ്റാണ്, ഈ സമയത്താണ് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്യാനായിട്ട് എളുപ്പം. ഒരു കത്തി കൊണ്ടിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഷേപ്പ് ആക്കി കൊടുക്കുക. അപ്പോൾ ഏതാണ്ടൊരു സ്ക്വയർ ഷേപ്പായിട്ട് ഏകദേശമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മളിത് അവനിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഏതാണ്ട് 25 മിനിറ്റ് സമയമാകുമ്പോൾ ഇങ്ങനെ ചെയ്യുക. പിന്നെ 25-30 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ടൈം സെറ്റ് ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് സമയം തന്നെ വേണ്ടി വരും. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഒരു 3/4. ഇനി കുറച്ചുകൂടി ഒന്ന് മുകൾ ഭാഗം കളർ മാറാനുണ്ട്, പിന്നെ ഉള്ളിലേക്ക് കുറച്ചുകൂടി ഒന്ന് ക്രിസ്പി ആകാനുണ്ട്. ആ സമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് ബിസ്ക്കറ്റ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനത് കുറേ നേരം ഇങ്ങനെ തണുക്കാൻ മാറ്റി വെച്ചു. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ചതിൻ്റെ ഗുണം കണ്ടല്ലോ, ഇളക്കി എടുക്കാനുള്ള സൗകര്യം. നമ്മളിതിനെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് അതും കഷ്ണങ്ങളാക്കാൻ ഈസി. ഇങ്ങനെ എടുത്താൽ മാത്രം മതിയാകും. എളുപ്പത്തിൽ തന്നെ ഇളക്കിയെടുക്കാൻ സാധിക്കും. ഒരു മാർക്കിംഗ് ഉണ്ടെങ്കിലാണ് ഏറ്റവും എളുപ്പം. ചെറിയൊരു സഹായം മാത്രം മതിയാകും ചില ഭാഗങ്ങളിൽ വരുമ്പോൾ. അങ്ങനെ നമ്മുടെ കാഷ്യൂ ബിസ്ക്കറ്റ്സ് വളരെ ഭംഗിയായിട്ട് തന്നെ കാണാൻ എന്ത് ഭംഗിയല്ലേ. അപ്പം ഇത് ഈ രീതിയിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു മുകളിൽ ടോപ്പിംഗ് അങ്ങനെ കൊടുത്തിരിക്കുമല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. മാത്രമല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടിയിരിക്കുന്നത് ആ എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ള വാഷ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തടവിയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് ഒരിക്കലും മറക്കരുത്, അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. പിന്നെ സമയം കൊടുക്കുന്നത് 40 മിനിറ്റ് വരെ, 40 മുതൽ 50 മിനിറ്റ് വരെ ആകാം. പിന്നെ ചിലർക്കത് ചില ഓവനിൽ 30 മിനിറ്റ്സിൽ നടക്കും. എന്തായാലും വളരെ സ്വാദുള്ള, ഇതിരുന്നാൽ കേടാകില്ല, ഒരു 4-5 ദിവസം വരെ കേടാകാണ്ടിരിക്കും, വായു കടക്കാത്ത ടിന്നിൽ സൂക്ഷിച്ചാൽ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കാൻ പറ്റിയ കാര്യം, ഇത് കുട്ടികൾക്കും കൊടുക്കാം. കുട്ടികൾക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പിന്നെ വീട്ടിലെ മുതിർന്ന ആൾക്കാർക്കും കൊടുക്കാം, അമ്മമാർക്കും, എന്താ പറയുക, ഗ്രാൻഡ് മദേഴ്സ്, അങ്ങനെ ഗ്രാൻഡ് ഫാദേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇടയ്ക്കൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമാവും ചിലപ്പോൾ. ഇതിപ്പോൾ കാഷ്യൂനട്ട്, ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, കപ്പലണ്ടിയിൽ വേണമെങ്കിലും ചെയ്യാം, പീനട്ട്സ്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, വേരിയേഷൻസ്. പിന്നെ അതിൻ്റെ ഫ്ലേവർ ഇപ്പോൾ ഞാനിതിൽ കാർഡമൺ ഫ്ലേവർ, അതായത് ഏലക്കായുടെ സ്വാദ് കൊടുത്തു. അതിന് പകരം വാനിലയുടെ സ്വാദും വളരെ നല്ലതായിരിക്കും. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക, ഇഷ്ടമാവും.